നല്ലൊരു അച്ചപ്പമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടിയും മൈദയും മിക്സ് ആക്കി എടുക്കുന്നത്. അരിപ്പൊടി തന്നെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി കട്ടിയായിട്ട് തോന്നും നമുക്ക്. ഇത് 1 കപ്പ് മൈദയുടെ പൊടിയാണ്, അതിന് ഞാൻ 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കാം. പിന്നെ നമ്മൾ 1 മുട്ട വേണം, അത് നല്ലതുപോലെ ഒന്ന് അടിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ചേർക്കണം. പിന്നെ ഞാൻ 1 മുറി തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. തേങ്ങാപ്പാലിനകത്താണ് നമ്മൾ പൊടി കുഴയ്ക്കുന്നത്, ഒട്ടും പച്ചവെള്ളം ചേർക്കുന്നില്ല. തേങ്ങാപ്പാൽ തന്നെ 2-3 പ്രാവശ്യം നമുക്ക് വേണേൽ പിഴിഞ്ഞെടുക്കാം. നമുക്ക് വെളുത്ത എള്ള് ഇടാം, കറുത്ത എള്ള് ഇടേണ്ടവർ അതിട്ടാൽ. ഞാൻ 1 സ്പൂൺ വെളുത്ത എള്ള് എടുക്കുന്നുണ്ട്. ഒരു 5-6 ഏലക്ക പൊടിച്ചത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ചെറുതായിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങ ഒന്ന് നല്ലതുപോലെ മിക്സിക്കകത്ത് അടിച്ച് ഇതിൻ്റെ പാല് മുഴുവനും ഒന്ന് പിഴിഞ്ഞെടുക്കാം. നമ്മൾ തേങ്ങ ഒന്ന് മിക്സിക്കകത്ത് അരച്ചെടുത്തിട്ടുണ്ട്, എന്നിട്ട് നല്ലപോലെ പാല് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ 1 പ്രാവശ്യമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് തേങ്ങ കളയണ്ട. നമ്മളിത് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ആയില്ലെങ്കിൽ നമുക്ക് ഈ തേങ്ങ തന്നെ ഒന്നുകൂടെ പിഴിഞ്ഞ് നമുക്ക് പാലെടുക്കാം. നമുക്കിനി ഈ പൊടി രണ്ടും ഒന്ന് ചേർത്തിട്ട് ഒന്നിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കുഴച്ചെടുക്കാം. നമുക്കൊരു പാത്രത്തിലോട്ട് ഈ അരിപ്പൊടിയും മൈദയുടെ പൊടിയും രണ്ടും ഒന്ന് മിക്സ് ആക്കാം. ആദ്യം നമ്മൾ കുറേശ്ശെ തേങ്ങാപ്പാൽ ഒഴിച്ച് കട്ട കെട്ടാതെ ഒന്ന് നമുക്ക് ആദ്യം കുറേശ്ശെ തേങ്ങാപ്പാൽ ഒഴിച്ച് എടുക്കാം. ഒത്തിരി നീണ്ടു പോകല്ലേ. ഇതിപ്പം നല്ലപോലെ കുറുകിയായിരിക്കുന്നത്. ഞാൻ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ആദ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ തേങ്ങ പിഴിഞ്ഞ് 1 ഗ്ലാസ് വെള്ളവും കൂടെ പിഴിഞ്ഞ് തേങ്ങാപ്പാൽ എടുത്തതാണിത്. പിന്നെ നമുക്കൊരു 2 സ്പൂൺ പഞ്ചസാരപ്പൊടിയും കൂടിയും ചേർക്കണം. അത് ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു. നമുക്ക് ഇതിൻ്റെ 2 സ്പൂൺ പഞ്ചസാരപ്പൊടി മതിയാകും, അതും കൂടിയും ചേർക്കണം. ഇനി ഒരു മുട്ടയും കൂടി അടിച്ച് ചേർക്കാനുള്ളത് കൊണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ കണക്ക് നോക്കാം ലൂസായിട്ടാണോ ഇരിക്കുന്നതെന്ന്. ഇപ്പോൾ ഈ പഞ്ചസാരപ്പൊടിയും കൂടി ഞാൻ ചേർക്കുവാണ് ഇതിൻ്റെ കൂടെ. ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് നല്ലപോലെ പതപ്പിച്ച് ഇതിനകത്ത് ചേർക്കാം. നമുക്ക് ഈ മുട്ട ബ്ലെൻഡർ വെച്ച് നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കാം. നമ്മൾ ഈ പതപ്പിച്ച മുട്ടയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ അച്ചപ്പത്തിൻ്റെ അച്ച് മുങ്ങുന്നത് ആകുമ്പോൾ ഒത്തിരി നീണ്ടു പോകാതെയാണോ എന്ന് 1 പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും നീളം കൂടുതലുണ്ടോയെന്ന്. ഈ സമയത്ത് ഞാനൊരു 5-6 ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ചേർക്കാം. നമുക്ക് 1 സ്പൂൺ വെളുത്ത എള്ളും കൂടെ ചേർക്കാം. എള്ളൊക്കെ നമ്മൾ അച്ചപ്പത്തിൽ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കാം, നമ്മുടെ അരിപ്പൊടിക്കും മൈദയ്ക്കും ഒക്കെ പാകത്തിന്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഉടനെ തന്നെ ഉണ്ടാക്കാൻ പുളിക്കാനൊന്നും വെക്കണ്ട. നല്ലൊരു പാൻ ചൂടാക്കി നമ്മൾ ഇച്ചിരി ഏറെ എണ്ണ ഒഴിച്ചാണ് അച്ചപ്പം ഉണ്ടാക്കുന്നത്. അച്ച് മുങ്ങാൻ മാത്രം എണ്ണ ഒഴിക്കണം. പിന്നെ നമ്മൾ എണ്ണയ്ക്കകത്ത് അച്ച് മുക്കി നല്ലതുപോലെ ചൂടാകാൻ ആദ്യം വെക്കണം. എന്നാലേ നമ്മുടെ മാവ് അച്ചയിലോട്ട് പിടിച്ചിരിക്കുള്ളൂ. എന്നിട്ട് നമ്മുടെ അച്ചപ്പത്തിൻ്റെ മാവ് ഇതുപോലെ ഒരു പാലപ്പത്തിന് ഉണ്ടാക്കുന്ന മാവിൻ്റെ ഒരു അയവ് മതി. ഇതിപ്പോൾ നല്ല കണക്കായിട്ട് ഇരിക്കുവാണ്. ഞാൻ ഇതിനി ഒരു പാൻ ചൂടാക്കി, നല്ലൊരു ചൂടുകട്ടിയുള്ള ഒരു പാൻ വേണം. അതിനകത്ത് നമ്മുടെ ഈ അച്ച് ഞാൻ മുങ്ങിയിരിക്കാൻ മാത്രം എണ്ണ നമ്മൾ അത്ര ഒഴിക്കണം, എന്നാലേ അച്ചയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുള്ളൂ. ഇത് നല്ലതുപോലെ നമ്മൾ എണ്ണ ചൂടാക്കി അച്ച് മുങ്ങി ആദ്യം നല്ലപോലെ വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് എണ്ണയൊന്ന് ചൂടാകാൻ വെക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഈ നോൺ സ്റ്റിക്കിൻ്റെ അച്ചാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ മാവിനകത്ത് മുക്കുമ്പോൾ ഈ ചൂടായിട്ടുള്ള അച്ച മുങ്ങുമ്പോൾ ഇങ്ങനെ മാവത്തെ പിടിച്ചിരിക്കും. മൊത്തം മുങ്ങല്ലേ, മേൽഭാഗത്ത് മാവ് വരാതെ നമ്മൾ സൂക്ഷിക്കണം. ഇത് നമ്മൾ നേരെ ഇങ്ങനെ എണ്ണയിലോട്ട് പിടിക്കണം. അങ്ങനെ നമ്മുടെ അച്ചയിൽ നിന്ന് പെട്ടെന്ന് മാവ് വിട്ട് വരും. മേളിൽ മാവ് ആയിപ്പോയാൽ അച്ചയിൽ നിന്ന് വിട്ടു പോരുമല്ല. നമ്മളൊരു ശകലം നേരം ഒന്നിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞാൽ മതി, അച്ചയിൽ നിന്ന് മാവ് വിട്ട് പോരും. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ബാക്കി ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. നോൺ സ്റ്റിക്ക് അച്ചൊക്കെ ഇപ്പം മേടിക്കാൻ കിട്ടുന്നുണ്ട്, നമ്മൾ അത് തന്നെ വാങ്ങിക്കുവാണെങ്കിൽ നല്ലതാണ്. ഇങ്ങനെ മാവയിലോട്ട് മുക്കണം, നേരെ അച്ചയിലും മാവ് പിടിച്ചിരിക്കും. അത് പിന്നെ നമ്മൾ സ്ലോ ഫ്ലെയിമിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അച്ചപ്പം നമ്മൾ പഞ്ചസാര ഇട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കരിയും. നമ്മൾ 2 സൈഡും മറിച്ചിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ എടുക്കാൻ പറ്റും. ബാക്കി മാവെല്ലാം ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം.
പിന്നെ അച്ചിങ്ങനെ എണ്ണയ്ക്കകത്ത് തന്നെ വെക്കണം, എണ്ണയിൽ നിന്ന് മാറ്റി വെക്കല്ല. അച്ച് ചൂടായിട്ടില്ലെങ്കിൽ മാവ് അവിടെ പിടിക്കുകയില്ല. എണ്ണയ്ക്കകത്ത് തന്നെ അച്ച് നമ്മൾ വെക്കണം, അച്ച് എണ്ണയിൽ നിന്ന് മാറ്റരുത്. ഇത് നമുക്ക് രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ട് എടുക്കണം. അധികം വേവൊന്നുമില്ല, നമുക്ക് ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ എടുക്കാൻ സമയത്ത് ഇങ്ങനെ കമത്തിയിട്ട് എടുക്കുവാണെങ്കിൽ എണ്ണ അതിനകത്ത് പൊടിച്ചിരിക്കാതിരിക്കും. നമുക്ക് ഇത് രണ്ടും ആയില്ല, ഇത് മൂന്നും ഞാൻ മറിച്ചിട്ടിരിക്കുക. നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ എടുക്കാറാവും. അച്ചപ്പമൊക്കെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് കമത്തിയിടാം. കമത്തിയിട്ടിട്ട് കോരുവാണെങ്കിൽ എണ്ണ അങ്ങ് പൊടിച്ചിരിക്കാതിരിക്കും അതിനകത്തൂടെ. നമുക്കൊരു കണ്ണാപ്പയ്ക്കകത്തോട്ട് ഇത് കോരി വെക്കുവാണെങ്കിൽ എണ്ണയൊക്കെ കൂടുതലുള്ള എണ്ണയെല്ലാം വലിഞ്ഞു പോകും. ബാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവെല്ലാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.